അപ്പോൾ DNS എന്ന് വെച്ചാൽ DNS പറയും gmail.com ഇരിക്കുന്നത് ഇൻ IP അഡ്രസ്സിലാണെന്ന് പറയും. അപ്പോൾ ഈ DNS ആരാണ് മാനേജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ നമ്മളുടെ ഇമെയിൽസ് സെൻഡ് ചെയ്യേണ്ട ഇമെയിൽ, ആ സെൻഡ് ചെയ്യുന്ന ഇമെയിൽ അവർക്കൊരു സ്വന്തമായിട്ടൊരു ഡൊമൈൻ സർവീസ് ഉണ്ടാവും, സെൻഡർക്ക് ഒരു ഡൊമൈൻ സർവീസ് ഉണ്ടാവും. അപ്പോൾ സെൻഡറിൻ്റെ ഡൊമൈൻ ഇമെയിൽ പുറത്തേക്ക് പോകുമ്പോൾ അയാൾ പറയും ഓക്കെ അങ്ങനെ അടുത്ത ഹോപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം gmail.com DNS ആരാന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒരു DNS ക്വയറി നടത്തും. അതിനുശേഷം DNS കണ്ടുപിടിക്കുന്നു, നെയിം സെർവർ കണ്ടുപിടിക്കുന്നു. നെയിം സെർവർ കണ്ടുപിടിച്ചതിന് ശേഷം DNSനകത്ത് പോയിട്ട് ചോദിക്കും എനിക്കൊരു മെയിൽ അയക്കണം, ഐ വോണ്ട് ടു ഗെറ്റ് ദി IP അഡ്രസ് ഓഫ് ദി മെയിൽ സെർവർ. അപ്പം DNS എന്ത് ചെയ്യും, ജിമെയിലിൻ്റെ DNS എന്ത് ചെയ്യും, MX റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡ് തിരിച്ചു കൊടുക്കും. ആ റെക്കോർഡിനകത്തൊരു ഡൊമൈൻ നെയിം ഉണ്ടാവും. പിന്നീട് ആ ഡൊമൈൻ നെയിമിനകത്തൊരു റെക്കോർഡ് ഉണ്ടാവും. ഇങ്ങനെ പോകാൻ കേട്ടോ. ഞാൻ ആ റെക്കോർഡിന് എന്ത് ചെയ്യും, IP അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് കിട്ടുന്ന gmail.com എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു IP അഡ്രസ് ആയിരിക്കും അറ്റൻഡ് എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഈ പറഞ്ഞ ഒരു പ്രോസസ്സിനോടൊപ്പം നെയിം സെർവർ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നെയിം സെർവറിനകത്ത് MX റെക്കോർഡ് ഉണ്ടാവും, MX റെക്കോർഡിനകത്തൊരു റെക്കോർഡ് ഉണ്ടാവും, റെക്കോർഡിനകത്തൊരു IP അഡ്രസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 4 ഹോപ്പ് കഴിഞ്ഞ ശേഷമാണ് നമ്മളുടെ gmail.com റിസോൾവ് ചെയ്യുന്നത്. സോ നമുക്ക് ഇപ്പോൾ IP അഡ്രസ് കിട്ടി. സോ സെൻഡർ നോസ് where to send അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്ന അഡ്രസ്സിൽ ആളുണ്ട്, അങ്ങനെ അതിൻ്റെ ആൾക്ക് അയച്ചേക്കാം. അതെന്ത് ചെയ്യും, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ പാക്കേജ് ഇങ്ങോട്ട് റിസർവറിലേക്ക് എത്തും, ജിമെയിൽ അക്കൗണ്ടിലേക്ക് എത്തും.